അപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് സമയമായിരിക്കും നിങ്ങൾക്ക് ബെസ്റ്റ്? ഭക്ഷണം കഴിക്കാൻ പാടില്ല, ചോറ് കഴിക്കാൻ പാടില്ല. ഇപ്പോൾ യോഗയിലൂടെ നമുക്ക് തടി കുറയ്ക്കാൻ പറ്റും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വർക്കൗട്ട് അല്ലെങ്കിൽ ഡയറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്തിട്ടും കാര്യമായിട്ടുള്ളൊരു മാറ്റമൊന്നും വരുന്നില്ല, അല്ലെങ്കിൽ വെയിറ്റ് നമ്മൾ സ്റ്റക്കായി നിൽക്കുന്നു, റിസൾട്ടൊന്നും കിട്ടുന്നില്ല, അങ്ങനെ ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ എന്ന് പറയുമ്പോൾ. നമ്മുടെ ഡയറ്റിൽ അല്ലെങ്കിൽ വർക്കൗട്ടിൽ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ വരുത്തുമ്പോൾ തന്നെ നമുക്കത് റിസൾട്ടിനെ വല്ലാത്ത വലിയ രീതിയിൽ അത് ബാധിക്കുന്നുണ്ടാവും. അപ്പോൾ അതെങ്ങനെ ഒഴിവാക്കാം, അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങൾ പുതുതായിട്ട് അഡീഷണൽ ആയിട്ട് നമ്മൾ ആഡ് ചെയ്യണം, ഏതൊക്കെ ഒരു പുതിയ മെത്തേഡിൽ നമുക്ക് എങ്ങനെ നമ്മുടെ ഡയറ്റിനെ അല്ലെങ്കിൽ ഫാറ്റ് ലോസ് ജേണിനെ നമുക്ക് കൊണ്ടുപോകാം, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അധികം വലിച്ചിട്ട് അത് വളരെ ഷോർട്ടായിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു പോകാം. അതായത് നമ്മൾ ഡയറ്റിനും വർക്കൗട്ടിനും തുല്യ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ. ചില ആളുകൾ വർക്കൗട്ട് മാത്രം ഹെവി ആയിട്ട് ചെയ്യും, എല്ലാ രീതിയിലുള്ള വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തു, നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ കലോറി കൂടുതലായിരിക്കും, അല്ലെങ്കിൽ അതായത് ഒരു ഡെയിലി നമുക്കൊരു പാറ്റേൺ ഉണ്ടാവില്ല, നമുക്ക് തോന്നിയതുപോലുള്ളൊരു ഭക്ഷണക്രമമായിരിക്കും ഉണ്ടാവുക. ഡയറ്റിൻ്റെ ഒരു രീതി കണ്ടുകൊണ്ട് തന്നെയാണെങ്കിൽ പോലും ഇപ്പോൾ നമുക്ക് വീട്ടിലുള്ള ഫുഡുകൾ വെച്ചിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഭക്ഷണ രീതി തന്നെയായിരിക്കും ഏത് വെയിറ്റ് ലോസ് നോക്കുന്ന ആളാണെങ്കിലും കൂടുതലും ഫോളോ ചെയ്യുന്നത്. നമ്മുടെ ചോറ്, കറികൾ, അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കുന്ന ദോശ, അപ്പം, ഈ കാര്യങ്ങളൊക്കെ തന്നെ ആഡ് ചെയ്തിട്ടായിരിക്കും. ഒരു തരത്തിൽ പറഞ്ഞാൽ ആ രീതി തന്നെയാണ് ലൈഫ് ഉള്ളത്. നമ്മളിപ്പോൾ ഒരു ഡയറ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടോ പുതുതായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് അപ്പുറത്തേക്ക് അത് പോകാറില്ല. കാരണം ഈ അറേഞ്ച്മെൻറ്റ്സിന് ഒരു ലൈഫില്ല. ഡെയിലി നമ്മൾ കഴിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഭക്ഷണങ്ങൾ വെച്ച് തന്നെ ഒരു ഓർഡർ നമ്മൾ ചെയ്യുമ്പോഴാണ് അതിനൊരു ലൈഫുള്ളൂ, കൂടുതൽ കാലം മുന്നോട്ട് അത് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ഡയറ്റിൽ നമുക്ക് ദിവസവും നമ്മൾ കഴിക്കുന്ന ചോറ്, കറികൾ, ഇതെല്ലാം കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഭക്ഷണത്തിലൊരു ഓർഡർ വരുത്താം. ഡയറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഭക്ഷണത്തിലൊരു ഓർഡർ വരുത്തുന്ന ഒരു സിസ്റ്റം തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഉച്ചയ്ക്ക് നിങ്ങൾ ചോറൊക്കെ കഴിക്കുന്ന ആളുകളാണ് ചോറ് തന്നെ കഴിക്കാം. ഇപ്പോൾ ചോറ് കഴിക്കാതിരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്തുകൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു ഫ്യൂവലാണ്, എനർജി സോഴ്സ് തന്നെയാണ്. പക്ഷേ ഇത് അധികമാകുമ്പോഴും പ്രശ്നമാണ്. അപ്പോൾ ഇത് അധികമാവാത്ത രീതിയിൽ രാവിലെ നിങ്ങൾ അപ്പം കഴിച്ചു, ഉച്ചയ്ക്ക് നിങ്ങൾ ചോറ് കഴിച്ചു, വൈകുന്നേരം ചപ്പാത്തി കഴിച്ചു, അപ്പോൾ ബേസിക്കലി നോക്കുമ്പോൾ എല്ലാം കാർബ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരാതെ ഉച്ചയ്ക്ക് നിങ്ങൾ ചോറും കറികളൊക്കെ കൂട്ടി കഴിക്കുക. രാവിലെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് കുറച്ച് പ്രോട്ടീൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള, ഇപ്പോൾ നമ്മൾ എഗ് വൈറ്റ് പോലുള്ള കാര്യങ്ങൾ, അതല്ലെങ്കിൽ അതിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസൊക്കെ കൂട്ടിയിട്ടൊക്കെ ഉള്ള ഒരു ഫുഡ് നിങ്ങൾ അറേഞ്ച് ചെയ്യുക. ബ്രെഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലൈറ്റായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് നല്ലൊരു ഡിഷ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ ഡിന്നറിൻ്റെ കേസിലേക്ക് വരുമ്പോൾ ഒരുപാട് ഹെവി വെയിറ്റ് ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്കൊരു ഫ്രൂട്ട് സലാഡോ വെജിറ്റബിൾസോ അതൊക്കെ നൈറ്റ് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതാകുമ്പോൾ ഒരു ക്വാളിറ്റി സ്ലീപ്പ് കിട്ടും, കൂടുതൽ സമയം നമുക്ക് നല്ല വൃത്തിയായിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റും. ഒരു ഫാറ്റ് ബേണിങ്ങും അവിടെ സംഭവിക്കുന്നുണ്ട്. അധികം കലോറി ഒന്നും ഇല്ലാത്ത ഫുഡുകളാണല്ലോ വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ. ആ രീതി ഫോളോ ചെയ്യുക. നിങ്ങൾ ഗൂഗിൾ എടുത്തിട്ട് നിങ്ങളുടെ മെയിൻ്റനൻസ് കലോറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതേപോലെ നിങ്ങൾ ഡെയിലി വർക്കൗട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ ഒരു എത്ര കലോറി വേണം, എത്ര ഒരു കലോറിയിൽ നിങ്ങൾക്ക് ഒതുങ്ങി നിൽക്കണം, അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചുള്ള ഫുഡുകൾ ഏകദേശം ഒന്ന് കഴിക്കുക, ദിവസവും കഴിക്കുക എന്ന് പറയുമ്പോൾ. പിന്നെ നിർബന്ധമായിട്ടും ഒരു ദിവസം 2-3 മീൽ നിങ്ങൾ കഴിക്കുക. ഒരു നേരം മാത്രം കഴിച്ചിട്ട് തടി കുറയ്ക്കാനാന്ന് പറഞ്ഞ് പട്ടിണി കിടന്നുകൊണ്ട് കാര്യമില്ല. കാരണം ഈ ഫാറ്റ് ലോസ് എന്ന് പറയുന്ന കാര്യം ഒരു ദിവസം നമ്മൾ റിസൾട്ടിലേക്ക് എത്തും, ഇന്നല്ലെങ്കിൽ നാളെ. അത് കഴിഞ്ഞാലും നമുക്ക് ജീവിക്കണം. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ചെയ്യുന്ന ഡയറ്റ് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് ഹെയർ ലോസ് ഉണ്ടാവും, സ്കിൻ പ്രോബ്ലംസ് ഉണ്ടാവും, നിങ്ങളുടെ ലിവറിന് പ്രോബ്ലംസ് ഉണ്ടാവും, അങ്ങനെ പല സൈഡ് എഫക്റ്റുകളും വരാൻ സാധ്യതയുണ്ട്. ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു 3-4 മാസം കൊണ്ട് നമുക്ക് നല്ലൊരു റിസൾട്ടിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അപ്പോൾ ഇവിടെയൊക്കെ വേണ്ടത് എന്താ വെച്ചാൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അച്ചടക്കമാണ് വേണ്ടത്. ഭക്ഷണത്തിൽ വേണം, നമ്മുടെ മെൻ്റലി നമുക്കൊരു അച്ചടക്കം വേണം അല്ലേ. ഇപ്പോൾ 2-3 ദിവസം വർക്കൗട്ട് ചെയ്ത് ഡയറ്റ് നോക്കി, 4ാമത്തെ ദിവസം ഒരു ഫംഗ്ഷൻ വന്നു, എല്ലാം കൊണ്ട് അവിടെ ഉടച്ചു, അങ്ങനെ നമ്മൾ വരരുത്. അതിന് പകരം നമ്മൾ ഒരു സ്ട്രിക്റ്റായിട്ട് നമ്മളൊരു വിൽ പവറോട് കൂടി നമ്മളൊരു പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്യുക. ഒരു ക്വാളിറ്റി സ്ലീപ്പ്, നമുക്കൊരു 7 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 6 മണിക്കൂറെങ്കിലും രാത്രി തന്നെ ഉറങ്ങുന്ന ഒരു ക്വാളിറ്റി സ്ലീപ്പ് നിങ്ങൾക്ക് നിർബന്ധമാണ്. അത് മനസ്സിനും ശരീരത്തിനും ഒരു വിശ്രമം കിട്ടും. നിങ്ങൾ ഫാറ്റ് ലോസ് ഒക്കെ നോക്കുന്ന ആളാണെങ്കിൽ നിങ്ങളെ അത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ഒന്നാമത്തെ കേസ് എന്ന് പറയുമ്പോൾ ധാരാളം വെള്ളം കുടിക്കുന്നത്, ഇതൊക്കെ നമ്മൾ മുൻപ് പറഞ്ഞു പോയിട്ടുള്ളതാണ്. വീക്കിൽ നമ്മൾ ഒരു ദിവസമെങ്കിലും ഒരു ഫാസ്റ്റിംഗ്, ഒരു 16 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു 12 മണിക്കൂറോ ഒക്കെ ഒരു ഫാസ്റ്റിംഗ് എടുക്കാം. നമ്മൾ പകലൊക്കെ നമ്മൾ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളൊക്കെ ആകുമ്പോൾ, ലൈഫ് സ്റ്റൈലിൻ്റെയൊക്കെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് പകൽ ഈ ഫാസ്റ്റിംഗ് ബുദ്ധിമുട്ടാണ്. കാരണം ഭക്ഷണം കഴിക്കാതിരുന്നുകൊണ്ട് നമുക്ക് വേറെ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ക്ഷീണം, തലവേദന, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ബെറ്റർ റിസൾട്ട് കിട്ടും. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് സമയമായിരിക്കും നിങ്ങൾക്ക് ബെസ്റ്റ്? നിങ്ങൾക്ക് വൈകുന്നേരം ഉള്ളൊരു സമയം തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വൈകുന്നേരം നമ്മളുടെ ഡിന്നർ എന്ന് പറയുന്ന ഒരു കാര്യം കുറച്ച് നേരത്തെ ആക്കുക. നമ്മൾ അതായത് ഒരു 6 മണിക്കൊക്കെ കഴിക്കുന്ന രീതിയിലേക്ക് 1-2 വീക്ക് കൊണ്ട് നമ്മൾ അതിലേക്ക് ആ ഒരു സമയത്തിലേക്ക് നമ്മൾ എത്തുക. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഇതുവരെയുള്ളൊരു സമയം ഒരു 15-16 മണിക്കൂർ നമുക്ക് ആ ഒരു ഗ്യാപ്പ് കിട്ടും. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഉറക്കം വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ അത് കാര്യമായിട്ട് ബാധിക്കില്ല, ക്ഷീണവും കാര്യങ്ങളൊന്നും വരാനുമില്ല. പകൽ സമയങ്ങളിൽ നിങ്ങൾക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ ന്യൂട്രീഷൻ്റെ ആയിട്ടുള്ള 1-2 മീൽ നിങ്ങൾക്ക് കഴിക്കാം. ഫാസ്റ്റിംഗ്, ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങും അല്ലെങ്കിൽ വീക്കിലി നമ്മൾ ഒരു ദിവസം ചെയ്യുന്ന ഫാസ്റ്റിംഗ് ഒക്കെ നല്ലതാണ്. ഈ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ ഫസ്റ്റിൽ നമ്മളൊരു 12 hours അല്ലെങ്കിൽ 60 hours ഒക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ
പതുക്കെ പതുക്കെ 1-2 ആഴ്ചയ്ക്ക് ശേഷം ഇതിൻ്റെ ഒരു കുറച്ചുകൂടി ഫാസ്റ്റിംഗ് ടൈം കുറച്ച് കൂട്ടുക. അതുപോലെ ഒരു 1-2 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഫാസ്റ്റിംഗ് ചെയ്താൽ പിന്നെ കുറച്ച് കാലം സ്റ്റോപ്പ് ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് ഫാസ്റ്റിംഗ് ചെയ്യരുത്. 1-2 ആഴ്ച ഫോളോ ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യുക, പിന്നെ ഒരു നോർമൽ ഡയറ്റ് ഫോളോ ചെയ്യുക, അങ്ങനെ ചെയ്യാം. ഭക്ഷണം മാത്രം ശ്രദ്ധിച്ചുകൊണ്ടും കാര്യമില്ല. ഡയറ്റ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നു, നല്ല വൃത്തിയായിട്ട് പട്ടിണി കിടക്കുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിലല്ല കാര്യം. അപ്പോൾ നമ്മൾ വർക്കൗട്ട് അവിടെ ചെയ്യണം, ഒരു ആക്ടിവിറ്റി കൂടെ അവിടെ ചെയ്യണം. നമ്മൾ വെറുതെ ഇരുന്നുകൊണ്ട് എനിക്ക് ഭക്ഷണം കഴിക്കാതെ തടി കുറയ്ക്കണം എന്നൊന്നും പറഞ്ഞിട്ട് നമ്മൾ കാര്യമില്ല. ഹെൽത്തി ആയിട്ടുള്ളൊരു ഫാറ്റ് ലോസ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു കാർഡിയോ സെഷൻ അല്ലെങ്കിൽ വെയ്റ്റ് ട്രെയിനിങ്, സ്ട്രെങ്തനിങ് വർക്കൗട്ട്, ഫങ്ഷണൽ ട്രെയിനിങ് ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരും, ഇതിലൊക്കെ ജിമ്മിൽ പോകേണ്ടതെന്ന്. ജിമ്മിൽ പോകേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് കാർഡിയോയോ അല്ലെങ്കിൽ വെയ്റ്റ് ട്രെയിനിങ് ഒക്കെ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാം. നമ്മുടെ ബോഡി വെയ്റ്റ് ഉപയോഗിച്ച് ചെയ്യുന്ന വെയ്റ്റ് ട്രെയിനിങ് ആണ് പുഷപ്സ്, പുള്ളപ്സ്, സ്ക്വാട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ലഞ്ചസ് ഒക്കെ നമുക്ക് ആ ഒരു കാറ്റഗറി പെടുത്താൻ പറ്റും. അതേപോലെ നിങ്ങൾ കാർഡിയോയിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വർക്കൗട്ട്സ് ഉണ്ട്. നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ ഒരുപാട് ചെയ്ത് പോയിട്ടുണ്ട്. അതൊക്കെ നോക്കി ഫോളോ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ജോഗിങ്ങിന് പോവാം, വാക്കിങ്ങിന് പോവാം. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ മാറി മാറി വരണം. ഞാൻ എന്നും ജോഗിങ്ങിന് പോകുന്നുണ്ട്, എന്നും വാക്കിങ്ങിന് പോകുന്നുണ്ടെന്ന് പറയുമ്പോൾ അവിടെ ഒരു കുറഞ്ഞ രീതിയിലുള്ള ആക്ടിവിറ്റി നടക്കുന്നുള്ളൂ. ഒരുപാട് കലോറിയൊന്നും അതിൽ ബേണായി പോകുന്നില്ല. അത് നമ്മളിങ്ങനെ ഉള്ള തടി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു. ഡെയിലി ഭക്ഷണം കഴിക്കുന്നു, അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത് കുറയാത്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ. അതേപോലെ ഡയറ്റ് മാക്സിമം നമ്മൾ ബ്രേക്ക് ആവാതെ നോക്കുക. ഡയറ്റ് എന്നുള്ളൊരു വേർഡ് നമ്മൾ ആദ്യം എടുത്ത് കളയുക. ഫാറ്റ് ലോസ് ആണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഈ ഡയറ്റ് എന്നൊരു ലേബൽ തലയിൽ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് തലവേദനയാണ് ശരിക്കും പറഞ്ഞാൽ. ഡയറ്റ് എടുക്കുകയാണ്, അതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ല, ചോറ് കഴിക്കാൻ പാടില്ല, ഒരു നേരെ കഴിക്കാൻ പാടുള്ളൂ, ഇങ്ങനത്തെ യാതൊരു വിധ പ്രശ്നങ്ങളും ഇല്ല. എല്ലാ ഭക്ഷണവും നമ്മൾ കഴിക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ എടുക്കുന്ന ഒരു ക്വാണ്ടിറ്റി പ്രശ്നമാണ്, ക്വാളിറ്റി പ്രശ്നമാണ്, അറേഞ്ച്മെൻറ്റ്സ് പ്രശ്നമാണ്. ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഉച്ചയ്ക്ക് നമ്മൾ ചോറ് കഴിക്കുകയാണെങ്കിൽ കുറഞ്ഞ അളവിൽ ചോറ് എടുക്കുക, എന്നിട്ട് അതിൻ്റെ കറികൾ, തോരനും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് എടുക്കുക. കൂടുതലായിട്ടല്ലെങ്കിലും എല്ലാം കൂടി വരുമ്പോഴത്തേക്കും നമുക്കൊരു ക്വാണ്ടിറ്റി ഫുഡായി. അപ്പോൾ അടുത്ത ഒരു 10 മണിക്കൂറത്തേക്ക് എനിക്ക് വിശക്കാനേ പാടില്ല എന്നുള്ള രീതിയിലാണ് എല്ലാവരും ഭക്ഷണം കഴിക്കുക. ഇപ്പോൾ ഡയറ്റ് നോക്കുന്ന ആളാണെങ്കിൽ പോലും മാക്സിമം ഭക്ഷണം കഴിക്കും, അടുത്ത ഇനി കുറേ സമയത്തേക്ക് വിശക്കാൻ പാടില്ല, അപ്പോൾ ഞാൻ ഇനി പട്ടിണി കിടക്കാൻ പോവാണ്, വേറെ ഇനി ഇന്നൊന്നും കഴിക്കുന്നില്ല. അങ്ങനെയല്ല. ഉച്ചയ്ക്ക് നമ്മളൊരു ഫുഡ് കഴിച്ചു, ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും നമ്മുടെ ഡൈജഷൻ്റെ ഭാഗമായിട്ട് ദഹിക്കും, വിശക്കും, സ്വാഭാവികമാണ്. ആ സമയത്ത് നിങ്ങൾക്കൊരു വെജിറ്റബിളോ ഏതെങ്കിലും ഒരു ഫ്രൂട്ടോ അല്ലെങ്കിൽ കുറച്ച് നട്ട്സോ ഇതൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാവുന്ന കേസേ ഉള്ളൂ. അപ്പോഴത്തെ ഒരു വിശപ്പ് മാറും. പിന്നെ നിങ്ങൾക്ക് നിർബന്ധമുള്ള ആളുകളാണെങ്കിൽ ടീ, കോഫിയൊക്കെ ഡെയിലി ഒന്നൊക്കെ കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, 1-2 കുടിക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ ഈ നമ്മുടെ കലോറീസ് നോക്കണം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ എന്താണെന്ന് അറിയണം. ഒരുപാട് കഴിക്കുന്നതിന് പകരം അതൊരു ക്വാളിറ്റിയുള്ള ഫുഡാണെങ്കിൽ കുറച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ശരിക്കും ഒരു സാത്വിക രീതി ശരിക്കും അത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ക്രേവിങ്സ് ഒക്കെ ഒതുക്കി വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് വന്ന് തയ്യാറായാൽ തീർച്ചയായിട്ടും റിസൾട്ട് എന്ന് പറയുന്ന കാര്യം ഈസിയാണ്. നമുക്ക് ഇപ്പോൾ ഫാറ്റ് ലോസ് നോക്കുന്ന ആളാണെങ്കിലും അല്ലെങ്കിലും ഒരു വർക്കൗട്ട് ഒരു മനുഷ്യന് നിർബന്ധമാണ് ദിവസം, അത് ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ. ഇപ്പോൾ യോഗയിലൂടെ നമുക്ക് തടി കുറയ്ക്കാൻ പറ്റും, നിർബന്ധമായിട്ടും നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. അത് യോഗയിലൂടെ കുറയ്ക്കുക എന്ന് പറയുമ്പോൾ നമുക്കതിന് കൃത്യമായിട്ടൊരു പാറ്റേൺ വേണം. സാധാരണ നമ്മൾ ചെയ്തു പോകുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് യോഗ ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫാറ്റ് ലോസ് നമുക്ക് സാധ്യമാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താഴെ ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ഓൺലൈൻ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് റെഗുലറായിട്ട് ഫോളോ ചെയ്യാൻ പാകത്തിനുള്ള ഡെയിലി സെഷനാണ്. മോർണിംഗും ഈവനിങ്ങും ബാച്ചുകളുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ യോഗയിലൂടെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കൊണ്ടുവരാൻ സാധിക്കും, കൃത്യമായ രീതിയിൽ ഫോളോ ചെയ്യുമ്പോൾ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആ നമ്പർ വഴി വാട്സപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ, വർക്കൗട്ട് ഫോളോ ചെയ്യുമ്പോൾ ഫാറ്റ് ലോസ് എന്ന് പറയുന്ന കാര്യം നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മൈൻഡ് സെറ്റ് കഴിഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഡയറ്റ് പോലും വരുന്നത്, ഡയറ്റും വർക്കൗട്ട് പോലും വരുന്നത്. കാരണം നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ ഡയറ്റ് വർക്കൗട്ട് ഫോളോ ചെയ്യണമെങ്കിൽ റിസൾട്ട് കൊണ്ടുണ്ടെങ്കിൽ അതിനൊരു വിൽ പവർ നിർബന്ധമായിട്ടും വേണം. എന്നും നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട ആളും ഉണ്ടാവില്ല. അപ്പോൾ 2 ദിവസം ചെയ്തിട്ട് 3-ാമത്തെ ദിവസം ഈ കാര്യങ്ങളൊക്കെ പെൻഡിങ് ആയി പോകുന്നതിന് കാരണം നമ്മുടെ വിൽ പവർ തന്നെയാണ്. അപ്പോഴത്തേക്കും പുതിയൊരു സിറ്റുവേഷൻ വരും, നമ്മുടെ മൂഡ് ഓഫ് ആവും, മൂഡ് ചേഞ്ച് ആവും നമ്മുടെ, അല്ലേ? അപ്പോൾ നമ്മുടെ മൈൻഡ് ആദ്യം ഒന്ന് റിലാക്സ് ആവണം. അതിനെന്തൊക്കെ ചെയ്യാം? അതിന് വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് കിടന്ന് ഉറങ്ങാം. ഒന്നാമത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മെഡിറ്റേഷൻ, പ്രാണായാമം, യോഗ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശീലമാക്കാം. മൈൻഡ് ഒന്ന് കാമായി കഴിയുമ്പം നിങ്ങൾക്ക് എന്തിലേക്ക് വേണമെങ്കിലും ഫോക്കസ്ഡ് ആവാം, ഏതെങ്കിലും ഒരു കാര്യത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് പെൻഡിങ് ആവാതെ ഇതിനെ ഫോളോ ചെയ്യാൻ പറ്റും, നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം. അതുപോലെ സ്വാഭാവികമായിട്ടും ഭക്ഷണത്തിലൊക്കെ ഒരു അച്ചടക്കം വരും. കഴിക്കേണ്ട കാര്യങ്ങളെ കഴിക്കുള്ളൂ, അനാവശ്യമായിട്ടുള്ളതിന് താല്പര്യം ഉണ്ടാവില്ല. വർക്കൗട്ടൊക്കെ കൃത്യമായിട്ട് ചെയ്യും. അപ്പോൾ അതിനാദ്യം മൈൻഡിനെ ഒന്ന് കൂളാക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രമാണ് നിങ്ങളൊരു പക്കാ റിസൾട്ടിലേക്ക് പെട്ടെന്ന് എത്തുകയുള്ളൂ. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ ഈ ഫാറ്റ് ലോസിന് വേണ്ടിയിട്ട് ഓടിപ്പായുന്നുണ്ട്, കുറേ കഷ്ടപ്പെടുന്നുണ്ട്, മറ്റുള്ളവരെ പരിഹാസങ്ങൾ കേൾക്കേണ്ടി വരുന്നുണ്ട്, മാനസികമായി ഡൗൺ ആയി പോകുന്ന ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് ഏറ്റവും മെയിനായിട്ടുള്ള വില്ലൻ എന്ന് പറയുമ്പോൾ.
ഭക്ഷണം ശ്രദ്ധിക്കുക. നമ്മുടെ ജനറേഷൻ മാറിയപ്പോൾ ഭക്ഷണങ്ങൾ ചെറിയൊരു മിഠായി കഴിച്ചാൽ പോലും ഹൈ കലോറിയാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഓരോ ഭക്ഷണങ്ങൾ ആവശ്യമില്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. കാരണം ഈ ഒരു അവസ്ഥ വന്നു കഴിയുമ്പോൾ പിന്നെ അതിന് വേണ്ടിയിട്ട് ഓടിപ്പായുന്ന വളരെ ഒരു എല്ലാവരും മെൻ്റലി അത് താങ്ങുന്നില്ല. അതുകൊണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു പോവുക. നമ്മുടെ ചാനലിൽ തന്നെ യോഗയുമായിട്ട് ബന്ധപ്പെട്ടതും വർക്കൗട്ടുമായിട്ട് ബന്ധപ്പെട്ടതുമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തു പോയിട്ടുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, യൂസ്ഫുൾ ആവുന്നത് ഉപയോഗിക്കുക. ഓൺലൈനായിട്ട് യോഗ പ്രാക്ടീസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് താഴെ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട്, അതുവഴി കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറയാനുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ഡേ കാണാം.